മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ CPM-ലേക്ക് മാലയിട്ട് സ്വീകരിച്ചവർ ചില്ലറക്കാരല്ല. ആദ്യം പുറത്തു വന്നത് കാപ്പ കേസ് പ്രതിയുടെ വാർത്തകൾ, പിന്നാലെ വന്നത് കഞ്ചാവ് കേസ് പ്രതിയുടെ വാർത്തകൾ. ഇപ്പോൾ കൊലപാതക ശ്രമ കേസിലെ പ്രതി പിടികിട്ടാ പുള്ളി. കൊല്ലാൻ ശ്രമിച്ചത് SFI-ക്കാർ കുട്ടിസഖാക്കളെയാണ്. ദോഷം പറയരുതല്ലോ, കേസിലെ 4ാം പ്രതിയാണ് സുധി. 1ാം പ്രതിയെ നമ്മൾ നേരത്തെ അറിയും. ആദ്യം പറഞ്ഞ കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രൻ കാപ്പയായി, കഞ്ചാവായി, കൊലപാതക ശ്രമമായി, ആകെ അന്തസ്സായി. അതിനിടയിൽ പൊങ്ങി വന്ന കോഴക്കേസ് PSC കോഴ ഇരുമ്പു മറവെച്ച് ഇരുട്ടിലാക്കാൻ പെടാപ്പാടുപെടുകയാണ്. അന്വേഷണം നടത്തുന്നതും നടപടിയെടുക്കുന്നതുമെല്ലാം പാർട്ടി. മന്ത്രിയുടെ ഓഫീസ് അടക്കം ദുരുപയോഗം ചെയ്തു എന്ന ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഒരു വിവരവും പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തു വരരുത് എന്ന കനത്ത ജാഗ്രത. തിരുത്തലോ തുരത്തലോ. മാലയിട്ട് സ്വീകരിച്ചത് മാറാവ്യാധിയോ, രക്താഹാരമുണ്ടാക്കിയത് SFI-ക്കാരുടെ ചോരയിലോ? കോഴക്കേസ് പാർട്ടി അന്വേഷിച്ചാൽ മതിയോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ M. ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ; ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസിൽ നിന്ന്; അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, BJP-യിൽ നിന്ന്. ഈ ചർച്ചയിൽ ഇന്ന് CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. ഇന്ന് വിഴിഞ്ഞം വിഷയമാണെങ്കിൽ മാത്രം ചർച്ചയ്ക്ക് മതി എന്നുള്ളതാണ്, അല്ലെങ്കിൽ AI കോൺക്ലേവ്, ഈ 2 വിഷയങ്ങൾ മാത്രം ചർച്ചയ്ക്ക് അതിഥി അയക്കുന്നു എന്നുള്ളതാണ് AKG സെന്ററിൽ നിന്ന് വന്നിരിക്കുന്ന തീരുമാനം. ഇടവേള, വിശദമായ ചർച്ച ശേഷം. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ജയചന്ദ്രൻ, നമ്മൾ പറഞ്ഞു വരികയായിരുന്നു, അതായത് ഒരു കാപ്പ കേസ് പ്രതി, ഒരു കഞ്ചാവ് കേസ് പ്രതി, ഒരു കൊലപാതക ശ്രമ കേസ് പ്രതി, ഈ 60 പേരിൽ ചികഞ്ഞു പോയാൽ ഇനിയും ഉണ്ടാകുമോ കുപ്രസിദ്ധർ? എന്തിനാണ് പാർട്ടിക്ക് ഇവരെയൊക്കെ? ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. അത് മധു, ഈ പ്രശ്നത്തിൽ ഇപ്പോൾ CPIM നേതാവ് എന്നുള്ള നിലയിലാണ് വീണ ജോർജ് MLA ആയതും പിന്നീട് 2ാമത്തെ ടൈമിൽ മന്ത്രിയായതും. മന്ത്രിയുടെ പരിപാടിയല്ല, പാർട്ടി നിശ്ചയിച്ച് മന്ത്രിയെ വിളിച്ച പരിപാടിയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ പങ്കെടുത്തത്, പത്തനംതിട്ടയിൽ. അവിടെയാണ് താങ്കൾ ഈ പറഞ്ഞ 62 പേര് BJP-യിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതിൽ കാപ്പ കേസിലെ പ്രതിയുടെ കാര്യമാണ് ആദ്യം ചർച്ച ചെയ്തത് എല്ലാവരും. പക്ഷേ ഈ കാപ്പ കേസ് എന്ന് പറയുന്നത് അയാളുടെ കാപ്പ കേസ് പ്രതിയായിരുന്നു നേരത്തെ. ഇത്തവണ 6 മാസത്തെ കാപ്പയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. 6 മാസത്തെ കാപ്പ ലിഫ്റ്റ് ചെയ്യാനുള്ള അധികാരം ജില്ലാ കളക്ടർമാർക്കാണുള്ളത്. അത് 1 വർഷമാണെന്നുണ്ടെങ്കിൽ കളക്ടറുടെ അധികാരപരിധി നിൽക്കില്ല, ADGP ലെവലിൽ പോകണം. അപ്പോൾ ഇത് 6 മാസത്തെ ആയിരുന്നു ആ കാപ്പ, അത് ലിഫ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് അയാളിങ്ങോട്ട് വരുന്നത്. നിലവിൽ ഇപ്പോൾ CPM നേതാക്കൾ തന്നെ, അവിടുത്തെ ജില്ലാ സെക്രട്ടറിയൊക്കെ തന്നെ അവകാശപ്പെട്ടതുപോലെ നിലവിൽ അയാൾ കാപ്പ പ്രതിയല്ല. പിന്നീട് വന്ന വിഷയമാണല്ലോ യദുകൃഷ്ണന്റെ വിഷയം. നമുക്ക് പ്രതിയല്ല, അത് നമ്മൾ കഴിഞ്ഞ ആ വിഷയം പ്രത്യേകമായ ചർച്ചയ്ക്കെടുത്തപ്പോഴും പറഞ്ഞു 6 മാസത്തെ കാലാവധിയായിരുന്നു. പക്ഷേ കാപ്പ കേസിലെ പ്രതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഇദ്ദേഹം ഒരു അറിയപ്പെടുന്ന റൗഡി എന്നാണ് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല കൊലപാതക ശ്രമക്കേസിലെ പ്രതിയാണല്ലോ അല്ലേ, അതും 1ാം പ്രതി. അല്ലാതെ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഇവരെ CPM-ലേക്ക് എടുക്കാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞല്ലോ, അവർ ആ തീരുമാനം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മാലയിട്ട് സ്വീകരിച്ച മന്ത്രി അടക്കം. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണല്ലോ. അതിന് അവർക്ക് അവരുടേതായുള്ള വിശദീകരണം CPIM ഇതിനകം തന്നെ നൽകിയിട്ടുമുണ്ട്. ആ കാപ്പ കേസ് പ്രതിയല്ല നിലവിലായാൾ എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അത്രയും കാര്യങ്ങൾ കേരളത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ മധു. ശരി, അങ്ങ് ഓരോരുത്തരുടെ കാര്യമായി പറഞ്ഞു വരികയാണല്ലോ ശ്രീ ജയചന്ദ്രൻ, പൂർത്തിയാക്കൂ. അതല്ല, ഓരോരുത്തരുടെ കാര്യമായിട്ട് പറഞ്ഞു പോകാം എന്ന് താങ്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മറ്റേത് യദുകൃഷ്ണൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അത് 8ാം തീയതിയാണ്. 8ാം തീയതി വൈകുന്നേരം 6:30 മണിക്കാണ് ഈ സംഭവം. ഈ പറയുന്ന പോലെ അസീസ് എന്ന് പറഞ്ഞ എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസറും മറ്റൊരു എക്സൈസുകാരനും കൂടെ ചെന്ന് പിടിക്കുന്നത് പിന്നെ കുമ്പഴയ്ക്കടുത്ത് ഒരു പാടശേഖരത്തിലിരുന്ന് അവർ മദ്യപിച്ചിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ദേഹപരിശോധന നടത്തി ഒന്നും കണ്ടെടുത്തില്ല. സ്റ്റേഷൻ വരെ പോകണം, പെറ്റി കേസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇയാളെ മാത്രം പിടിച്ചുകൊണ്ട് പോകുന്നു. സ്റ്റേഷനിൽ ചെന്ന് ജാമ്യത്തിൽ വിട്ടയക്കുന്നു, പെറ്റി കേസിൻ്റെ ജാമ്യത്തിൽ വിട്ടയക്കുന്നു. പിന്നീട് 9ാം തീയതിയും പ്രശ്നമൊന്നുമില്ല. 10ാം തീയതിയാണ് ചാനൽ വാർത്തകൾ വരുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെ 2 ഗ്രാം കഞ്ചാവുമായി പിടിച്ചുവെന്ന് ആദ്യവും, പിന്നീട് അതിൻ്റെ ഒരു ഉപകരണം
വലിക്കാനുള്ള ഉപകരണം ഉൾപ്പെടെ പിടിച്ചു എന്ന് പിന്നീട് വിശദീകരണവും വ്യാഖ്യാനവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ തന്നെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് കാണിച്ച് എക്സൈസ് കമ്മീഷണർക്കും ഡെപ്യൂട്ടി കമ്മീഷണർക്കും പോലീസ് സൂപ്രണ്ടിനും ഒക്കെ ഈ പിന്നെ യദുകൃഷ്ണൻ പരാതി നൽകിയിട്ടുമുണ്ട്. അയാളുടെ പരാതി അവിടെ ഇരിക്കുന്നു, മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് അയാളെ അറിയുക പോലുമില്ല, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു വൈരാഗ്യവുമില്ല എന്ന് അബ്ദുൾ അസീസ് എന്ന പ്രിവൻറ്റീവ് ഓഫീസർ പരസ്യമായി പറയുകയും മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന മാതൃഭൂമിയിലും വന്നതാണല്ലോ അക്കാര്യം. അപ്പോൾ അത് അയാളുടെ കാര്യം യദുകൃഷ്ണൻ പറയുന്നത് കള്ളക്കേസ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതിയും അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടാണ്. പിന്നെ ഞാൻ പറയുന്നത് എനിക്ക് ആ നിലപാട് തന്നെയാണ് ഉള്ളത്. അയാൾക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. കള്ളക്കേസാണോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയട്ടെ, അതാണ് കാര്യം. അബ്ദുൾ അസീസിനെ സംബന്ധിച്ച് വേറെയും ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ ഏതായാലും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അത് അബ്ദുൾ അസീസിനെതിരെയുള്ള ആരോപണങ്ങളാണ്. ഇപ്പോൾ നാളെ അങ്ങോട്ടൊരു പിന്നെ സ്റ്റേഷൻ മാർച്ച് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനല്ല, എക്സൈസ് ഓഫീസിലേക്ക്. അതുണ്ട്. അത്തരം കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട്. യുവമോർച്ചക്കാരനാണെന്നൊരു പരാതിയുണ്ടോ? കാരണം ആദ്യഘട്ടത്തിൽ യദു പറഞ്ഞത് യുവമോർച്ചക്കാരായ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തി കള്ളക്കേസിൽ കുടുക്കി എന്നാണ്. ഈ അസീസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെതിരെ അങ്ങനെ ഒരു പരാതി ഉണ്ടോ? അല്ല, എനിക്ക് പിന്നെ യദുകൃഷ്ണൻ പറയാനുള്ള അവകാശം അയാളുടെ സ്വമേധയുള്ള അറിവായിരിക്കാം, അനുഭവമായിരിക്കാം. പക്ഷേ എനിക്കങ്ങനെ പറയാനായിട്ട് കഴിയില്ലല്ലോ. അയാൾ BJP-കാരനാണോ RSS-കാരനാണോ കോൺഗ്രസ്സുകാരനാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ യദുകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്കത് അനുഭവമുള്ളതാണ്. അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേസിൽ പ്രതിയാവുന്നത്. 22ാമത്തെ വയസ്സിൽ അയാൾ ആദ്യമായിട്ടാണ് കേസിൽ പ്രതിയാവുന്നത്. ഇതുവരെ ഒരു കേസിലും പ്രതിയായിട്ടില്ല. അത് കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു. അത് BJP-ആണ്, RSS ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് ബന്ധവും ആരോപിക്കുന്നവരുണ്ട് ആ കേസിൽ. അതുണ്ട്, അതവിടെ നിൽക്കുന്നു. അതിന് പിന്നാലെയാണ് അതന്വേഷിക്കട്ടെ. അതന്വേഷിക്കുകയും കുറ്റക്കാരാരെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുകയോ മനഃപൂർവ്വം കൊടുക്കിയതാണോ, ഈ അസീസിനെതിരെ വേറെ പന്തളത്തുണ്ടായിരുന്ന കാലത്ത് അവിടെ ഒരാളെ ഇതുപോലെ കള്ളക്കേസിൽ കൊടുക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അത് സംബന്ധിച്ച് അറിയാതെ എനിക്ക് പ്രതികരിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നുമില്ല. എന്താണെന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ. എക്സൈസിൻ്റെ അന്വേഷണത്തിൽ പുനരന്വേഷണം വേണോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കട്ടെ. അതേ അക്കാര്യത്തിലുള്ളൂ. ഇപ്പം ഇന്ന് വന്ന പുതിയ കേസിൽ പിന്നെ അത് വേറൊരു ഇഷ്യൂ ആണല്ലോ. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പിന്നെ എന്താണ് വധശ്രമ കേസ്, അങ്ങനെയല്ലേ? അതല്ലേ താങ്കളും പറഞ്ഞ അതല്ലേ വധശ്രമ കേസ് എന്നല്ലേ? അതെ. അല്ല, അയാളുടെ പേരെന്താണ്? സുധീഷ് എന്നാണ്. സുധീഷ് അയാൾ വധശ്രമ കേസ് പ്രതിയായിരുന്നു. പോലീസ് പറയുന്നത് ഒളിവിലാണെന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ചൊരു കാര്യം ഈ സുധീഷ് എന്ന് പറഞ്ഞ കക്ഷി പിന്നീട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് വരട്ടെ, അതിലേക്ക് വരാം. പിന്നെ ഈ സാധാരണഗതിയിൽ നമ്മുടെ കോടതി ക്രൈം ബീറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കറിയാം ഇത്തരം കേസുകളുടെ ഒരു പശ്ചാത്തലം പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഒരു കേസുണ്ടാവും. ഇപ്പോൾ എനിക്കതിലൊരു കേസുണ്ടാവുന്നു, ഞാൻ കോടതിയിൽ ഹാജരാവുന്നില്ലെങ്കിൽ പിന്നെ സമൻസ് അയച്ചിട്ട് ഹാജരാവുന്നില്ലെങ്കിൽ പിന്നെ വാറണ്ട് വരും. വാറണ്ട് ബ്ലാക്ക് വാറണ്ട് ആവും. പിന്നെ ആ തരത്തിലുള്ള നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം ഇങ്ങനെ വാറണ്ട് വരുന്ന പ്രതി എന്താണ്, അബ്സ്കോണ്ടിങ് ആണ്. അതാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ CPM-ലേക്ക് ഇത്രയും പേര് വരാൻ തീരുമാനിച്ച് അവർ വന്ന സാഹചര്യത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായൊരു കേസിൽ ആ കേസ് സെറ്റിൽ ചെയ്യാനായിട്ട് പരസ്പരം ഒത്തുതീർപ്പിന് അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ അവിടുത്തെ ഏരിയ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ ക്വാഷ് ചെയ്യാനായിട്ട് ഒരു ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ക്വാഷ് ചെയ്യുന്ന നടപടികളായിട്ട് ഹൈക്കോടതി മുമ്പോട്ട് പോകുന്നു. ഇതാദ്യമല്ല ഒരു കേസ് ക്വാഷ് ചെയ്യുന്നത്. SFI-യുടെ ആണെങ്കിലും DYFI-യുടെ ആണെങ്കിലും KSU-ൻ്റെ ആണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ ആണെങ്കിലും യുവമോർച്ചയുടെ ആണെങ്കിലും ABVP-യുടെ ആണെങ്കിലും ഇത്തരം കേസുകളൊക്കെ നിരവധി കേസുകൾ ഇങ്ങനെ ഒത്തുതീർപ്പാക്കി ക്വാഷ് ചെയ്തിട്ടുള്ള വിവരം എനിക്ക് തന്നെ അറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു മാധ്യമപ്രവർത്തനം അനായാസം അറിയാൻ കഴിയുന്ന കാര്യവുമാണത്. അത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളൊന്നും കേരളത്തിൽ പുതുതായിട്ട് നടാടെ ഉണ്ടാകുന്നൊരു കേസേ അല്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇയാൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പ്രസിഡന്റിന് വേണ്ടി 400 വോട്ട് കള്ളവോട്ട് ഇയാൾ തന്നെ ചെയ്തു. ഇയാളുടെ സംഘം ചെയ്യിപ്പിച്ചു. ഇയാൾ തന്നെ 40 വോട്ട് ചെയ്തു എന്നീ യദുകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ സുധീഷിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, യദുകൃഷ്ണൻ. അങ്ങനെ പുതിയ ഡെവലപ്മെന്റ് വേറെ വരുന്നുണ്ട്. അപ്പൊ അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും മികച്ച മാനദണ്ഡമായി ഒരു യോഗ്യതയായി ഒരുപക്ഷെ പരിഗണിച്ചിട്ടുണ്ടാവുക അല്ലെ? ഈ കഞ്ചാവ് കേസിനൊക്കെ അപ്പുറത്തേക്ക് ഈ കള്ളവോട്ട് ചെയ്യാനുള്ള ഒരു പ്രാവീണ്യമായിരിക്കാം ഒരുപക്ഷെ പാർട്ടിയിലേക്ക് എടുക്കാനുള്ള മികച്ച യോഗ്യതയായി പരിഗണിച്ചിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ പരിഹസിക്കാനുള്ള താങ്കളുടെ സ്വാതന്ത്ര്യത്തോട് എനിക്ക് വിയോജിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പരിഹസിക്കുകയും ചെയ്യാം മാധുവിനെ. പക്ഷേ അവർക്ക് അവരുടെ വെർഷൻ പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ പറയുകയും ചെയ്യാം.
അതല്ലേ ഉള്ളൂ. ഞാൻ അങ്ങേ പരിഹസിച്ചതല്ല കേട്ടോ, ഒരിക്കലുമല്ല അങ്ങനെ വിചാരിക്കരുത്. അതായത് സ്വന്തം പാർട്ടിയിലേക്ക് വന്ന, ഇപ്പോൾ അങ്ങ് ഇടത് സഹയാത്രികനായിട്ടാണ് ഇരിക്കുന്നത്, CPM-ലേക്ക് വന്ന ഒരാൾ കഞ്ചാവ് കേസിലെ പ്രതിയാകുമ്പോൾ അദ്ദേഹം കൊലപാതക ശ്രമക്കേസിലെ 1 ഉം 4 ഉം പ്രതിയാകുന്ന സമയത്ത്, 2 പേർ 1 ഉം 4 ഉം പ്രതിയാകുന്ന സമയത്ത് ഒക്കെ അതിനെ ലഘൂകരിച്ച് കാണിക്കാനുള്ളൊരു വലിയ ശ്രമത്തിന് ശേഷം കോൺഗ്രസിന് വേണ്ടി കള്ളവോട്ട് ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അല്ല, അത് വ്യക്തിപരമല്ല, ആ ഒരു മാനദണ്ഡത്തെക്കുറിച്ച് ഒരു തമാശ കലർന്ന രൂപത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ ജയേന്ദ്രൻ, ഞാൻ അങ്ങനെയൊക്കെ വരാം കേട്ടോ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതായത് കാപ്പ കേസ്, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അദ്ദേഹത്തിനെതിരെ കൊലപാതക ശ്രമക്കേസുണ്ട്, ആ കേസിൽ 1-ാം പ്രതിയാണ്. സ്ത്രീകളെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുണ്ട്, മാരകായുധം കൈവച്ചതുമായി ബന്ധപ്പെട്ട കേസുണ്ട്, സംഘം ചേർന്ന് അക്രമം കാണിച്ചതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഇതൊക്കെ എൻ്റെ പേരിലാണ് അറിയപ്പെടുന്ന റൗഡി എന്ന് സർക്കാർ കടലാസിൽ എഴുതി വെച്ച് അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തിയത്. അതിന് 6 മാസത്തെ കാലാവധി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിശുദ്ധവൽക്കരിക്കപ്പെട്ടു. രണ്ടാമത്തേത് കഞ്ചാവ് കേസ് പ്രതി, അത് പിന്നെ അദ്ദേഹം കള്ളക്കേസാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ പ്രതികളും അറസ്റ്റ് ചെയ്യപ്പെടുന്ന നിമിഷം തന്നെ കുറ്റമേറ്റു പറഞ്ഞ് എന്നൊരു സ്വഭാവമുണ്ട് എന്നൊരു വസ്തുത വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് അദ്ദേഹം കള്ളക്കേസാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. രണ്ടാമത്തേത്, ഈ സുധീഷ് കൊലപാതക ശ്രമം, അതായത് ശരൺചന്ദ്രൻ 1-ാം പ്രതിയും സുധീഷ് 4-ാം പ്രതിയുമായ കൊലപാതക ശ്രമം എന്ന് പറയുന്നത് SFI സഖാക്കളെയാണ്. 3 പേരെ നവംബർ 21-ാം തീയതി രാത്രി വെട്ടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നിതിൻ, ഋഷി, അഭിജിത്ത്, ഇങ്ങനെ 3 SFI-ക്കാരെ ആക്രമിച്ച കേസിലെ, കൊല്ലാൻ ശ്രമിച്ച കേസിലെ 1-ാം പ്രതിയും 4-ാം പ്രതിയുമാണ് പാർട്ടി മാലയിട്ട് സ്വീകരിച്ച ഈ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അണിയിച്ച രക്തഹാരം SFI-ക്കാരുടെ ചോരയിൽ ഉണ്ടാക്കിയതാണോ എന്നൊരു ചോദ്യം ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടതല്ലേ? അത്തരത്തിൽ ഒരു ചോദ്യം ഉണ്ടായാൽ ആ ചോദ്യത്തിന് ഇപ്പോൾ എന്ത് പ്രസക്തിയാണുള്ളത്? മധു, ഇപ്പോൾ പത്തനംതിട്ടയിൽ നിങ്ങൾക്ക് ജോലി കൂടുകയാണ്. കാരണം പത്തനംതിട്ടയിൽ 62 പേരാണ് CPM ഔദ്യോഗികമായി പറയുന്നത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് CPM-ലേക്ക് ചേർന്നത് BJP-യിൽ നിന്നും യുവമോർച്ചയിൽ നിന്നും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ 62 പേരെ സംബന്ധിച്ച് 3 പേരെ, ആദ്യത്തെ 3 പേരുടെ ചർച്ച നമ്മൾ കഴിഞ്ഞു. ഇനി ഇങ്ങനെ ചർച്ച നിങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ 2 മാസവും 2 ദിവസം കൂടി വേണ്ടി ഒരു ചർച്ച തരാൻ. കാരണം ഈ 62 പേരെ സംബന്ധിച്ചും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നാണ് ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ വരി. അതായത് കഴിഞ്ഞ ദിവസം ഈ വിഷയം നമ്മൾ പ്രത്യേകമായി ചർച്ചയ്ക്കെടുത്ത ദിവസം അന്ന് CPM-ന്റെ പാനലിസ്റ്റ് പറഞ്ഞത് 60 പേരാണ് CPM-ലേക്ക് വന്നത്, 59 പേരും നിങ്ങൾക്ക് പ്രശ്നമില്ല, ഒരാളാണോ നിങ്ങളുടെ പ്രശ്നം എന്നതായിരുന്നു. അതിൽ 3 പറയൂ. അതെ, നമ്മൾ 60 ചുരുക്കിയാൽ ഇനി 2 മാസത്തേക്ക് തുടർച്ചയായി താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തേണ്ടി വരും. ഓരോ ദിവസം ഓരോരുത്തരെ കുറിച്ചാണ് വരുന്നത്. ആദ്യം വരുന്നതിനെ സംബന്ധിച്ച് കാപ്പ എന്ന് പറയുമ്പോൾ അത് 6 മാസത്തെ കാലാവധി കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു, അദ്ദേഹം പിന്നെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു എന്നാണ് ജയചന്ദ്രനെ പോലെയുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പോലും പറയുന്നത്. എത്ര ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. രണ്ടാമത്തേതാണ് കഞ്ചാവ് കേസ്. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്, അത് കള്ളക്കേസാണ്. മൂന്നാമത്തേത് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ SFI-ക്കാരെ തന്നെ ആക്രമിച്ച കേസ്. ഇനി എന്തായാലും അതെങ്കിലും കള്ളക്കേസാണെന്ന് പറയാത്ത ഭാഗ്യം. കാരണം നമ്മുടെ കയ്യിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പിന്നെ FIR-ൻ്റെ ഉൾപ്പെടെ കോപ്പി നമ്മുടെ കൈവശമുണ്ട്. എപ്പോഴാണ് ഒരാളെ കാപ്പ കേസിൽപ്പെടുത്തുക? അയാൾക്ക് കാപ്പ ചുമത്തിയാൽ അയാൾക്ക് കോടതിയിൽ പോകേണ്ടതുണ്ടോ? ഇല്ല. ഒരാളെ കാപ്പ ചുമത്തി അദ്ദേഹത്തെ ചാപ്പ കുത്തി എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. തുടർച്ചയായി ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, ആ ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ച് 2 കാറ്റഗറിയിൽ പെടുന്നവരാണ്, റൗഡികളും ഗുണ്ടകളും. അതിൽ ഗുണ്ടകളെ സംബന്ധിച്ച് അബ്കാരി കേസിലും അതുപോലെ ബ്ലേഡ് മാഫിയയുമായി ബന്ധപ്പെട്ട കേസുകളിലും ഒക്കെ പെടുന്നവരെ ഗുണ്ട എന്ന പരിഗണനയിലും, റൗഡി എന്ന നിലയിൽ കവലച്ചട്ടമ്പികളെയും അതുപോലെ ക്രിമിനൽ സംഘത്തിന് നേതൃത്വം നൽകുന്നവരെ റൗഡി എന്ന പേരിലും മുദ്ര ചാർത്തി പൊതുസമൂഹത്തിൽ നിന്നും ചാപ്പ കുത്തി മാറ്റി നിർത്തുകയാണ്. ഇവൻ ക്രിമിനലാണ്, ഇവൻ്റെ മനോനില തെറ്റാണ്, ഇവൻ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവനാണ്, തുടർച്ചയായി ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നാട് കടത്തുകയോ അദ്ദേഹത്തിനെതിരായി മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യും. അത് ചെയ്യുന്നതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ഒരു SP-ക്ക് കളക്ടറോട് റിപ്പോർട്ട് ചെയ്യാം. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കേസിൽ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ പ്രതിയായിരിക്കുകയും വേണം. പല കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അയാളെ കോടതി ട്രയൽ നടത്താനോ അതിൻ്റെ പേരിൽ ശിക്ഷിക്കാനോ ഒന്നുമല്ല. ഇത്തരത്തിൽ കാപ്പ ചുമത്തുന്നു എന്ന് പറഞ്ഞ് ശല്യക്കാരനായ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും 6 മാസമോ 1 ലക്ഷമോ 1 മാസമോ 1 വർഷമോ ഒക്കെ ജയിലിടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നാട് കടത്താനോ ഒക്കെ ഉള്ള ശ്രമം. നാട് കടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോകുന്നതല്ല. അദ്ദേഹത്തിൻ്റെ താലൂക്കിൽ നിന്ന് ചിലപ്പോൾ മറ്റിടത്തും ആ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് പറയും, ചിലപ്പോൾ സ്റ്റേറ്റിൽ നിന്ന് പുറത്ത് പോകണം, ആ രീതി പല രീതിയിൽ അതിനകത്ത് ഇടപെടാം. ഇത്തരത്തിൽ പിന്നെ കാപ്പ ചുമത്തിയ ഒരു വ്യക്തി
ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള കേസുകളൊക്കെ താങ്കൾ സൂചിപ്പിച്ചതിന് അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാപ്പയുടെ പിരീഡ് കഴിഞ്ഞു, അതോടുകൂടി പുള്ളിയെ വിശുദ്ധനാക്കി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക? അപ്പോൾ കാപ്പ ചുമത്തണമെങ്കിൽ എത്രയെങ്കിലും കേസുകളിൽ, ക്രിമിനൽ കേസുകൾ പ്രതിയാകണം, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കണം. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് കാപ്പ എന്ന ആ ഒരു പിന്നെ ഇതിൻ്റെ ആക്ടിൻ്റെ പേരിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നടത്തുന്നത്. ഈ SFIക്കാരെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി, അതും കൊലപാതക ശ്രമം അടക്കം ചുമത്തിയ കേസ്. അപ്പോൾ പാർട്ടിയുടെ ഇപ്പോൾ മന്ത്രി നേരിട്ട് വന്ന് പാർട്ടി സംഘടിപ്പിച്ച ഒരു പരിപാടി നിൽക്കുമ്പോൾ മന്ത്രിക്ക് ഇവരെ വ്യക്തിപരമായി അറിയുന്നുണ്ടാകില്ല. പക്ഷേ പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളിലുള്ളവർക്ക് നല്ല ബോധ്യമുണ്ടാകുമല്ലോ ഇവരുടെ പശ്ചാത്തലം എന്താണ്, ഇവർ ഏതു കേസിൽ പ്രതിയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ മാലയിട്ട് സ്വീകരിക്കുന്നത് കണ്ടു നിൽക്കുന്ന പാർട്ടിക്ക് വേണ്ടി തല്ലി വാങ്ങിയിട്ടുള്ള അണികൾ, SFIയുടെ സഖാക്കളടക്കം, ഇതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക? അവിടെയാണ് അത് പ്രശ്നം. ഇവർക്ക് ഇപ്പോൾ അടിസ്ഥാനപരമായ അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏറ്റവും നല്ല ക്രിമിനലുകളായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ പത്തനംതിട്ടയിൽ തന്നെ നോക്കൂ, കഴിഞ്ഞ കുറേ നാളുകളായി അവിടുത്തെ ഒരു ജില്ലാ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ അവിടെ സഹകരണ ബാങ്കുകൾ പിടിച്ചടക്കുകയാണ്. ഈ അടുത്ത സമയത്തായി 18 സഹകരണ ബാങ്കുകളാണ് UDF നിന്ന് അവർ പിടിച്ചെടുത്തത്. അവിടെ ഉപയോഗിക്കുന്നത് മണ്ണ് മാഫിയയും ബ്ലേഡ് മാഫിയയും ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ കൊണ്ടുവന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇത്തരത്തിൽ ബാങ്കുകൾ പിടിച്ചടക്കുന്നു. CPയുടെ കൈവശം വരുന്ന ബാങ്ക് പിടിച്ചടക്കുന്നുണ്ട്. അത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങളെ വളർത്തുന്ന പ്രവണത പത്തനംതിട്ടയിൽ ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. പിന്നെ അവിടെ ദേവസ്വം ബോർഡ് പോലെ ഉന്നത പദവിയിൽ ഉണ്ടായിരുന്ന ഒരു മുൻ MLA ജില്ലാ സെക്രട്ടേറിയറ്റിൽ വെച്ച് കൈകാര്യം ചെയ്തത് ഉൾപ്പെടെ മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് എന്നുള്ള വസ്തുത അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ അവിടെ ക്രിമിനലുകളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. മറുഭാഗത്ത് ഇപ്പോൾ രണ്ടാമത്തെ കേസിലെ പ്രതി, ആ 2-ാം കേസിലെ പ്രതിയെ അദ്ദേഹത്തിന് കഞ്ചാവ് കൈവശം വെച്ചതിന് കേസെടുത്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇപ്പോൾ പറയുന്നത് എന്താണ്? കള്ളക്കേസാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കള്ളക്കേസ് എടുക്കാനായിരുന്നെങ്കിൽ പിന്നെ ഈ 2 ഗ്രാം കഞ്ചാവ് എന്നുള്ളത് മാറ്റി 3-4 ഗ്രാം കഞ്ചാവിൻ്റെ ലിമിറ്റ് കൂട്ടി, ക്വാണ്ടിറ്റി കൂട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ലായിരുന്നല്ലോ, അദ്ദേഹത്തിന് ജയിലിൽ തന്നെ ഇടാമായിരുന്നല്ലോ. അങ്ങനെ വ്യാജമായി ഉണ്ടാക്കിയ ഒരു കേസായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ പുറത്തു പോകാത്ത രീതിയിലേക്ക് ബുക്ക് ചെയ്യാനുള്ള പിന്നെ എന്താ പറയുന്നത് നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ ആ നിയമത്തിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കേസെടുത്തിരിക്കുന്നു. ഇനി അദ്ദേഹം വ്യാജമായി എടുത്ത കേസാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും ഒക്കെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തെ പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ടോ? ഈ ഉദ്യോഗസ്ഥനെതിരായി ഇതുമായി ബന്ധപ്പെട്ട് ആ പ്രതി പരാതി കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ആ നിമിഷം ഇത്തരത്തിൽ പിന്നെ CPMനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണ്ടേ? എന്തുകൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്തിയാൽ, അല്ലെങ്കിൽ എക്സൈസ് കമ്മീഷനോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ പോലീസിൻ്റെ DGPയോട് റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയില്ല? അപ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം വ്യാജമാണ്. 3-ാമത്തെ കേസ്, ഇന്നിപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്ന കേസ്, ഈ കേസിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? അവിടെ SFIയുടെ നേതാക്കന്മാരെ തന്നെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ കൊലപാതക ശ്രമ കേസിലെ പ്രതിയാണ്. ആ പ്രതിയെയും മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓരോ ദിവസം എന്താ റൗണ്ട് ചെയ്ത് കാണിക്കുക ചാനലിൽ, ഈ റൗണ്ട് ചെയ്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളതാണ്. 60 റൗണ്ട് വേണ്ടി വരും ഓരോ സ്ഥലത്തേക്കും മാറ്റി വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ SFIയുടെ ക്രിമിനലുകൾ, SFIയുടെ നേതാവിനെ കൊല്ലാൻ ശ്രമിച്ച ക്രിമിനലുകളെ പോലും ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെയൊക്കെ വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റുന്നു. ഇനി ഇതിനകത്ത് ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്താ? ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞുപോയി, പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് സംസ്ഥാനത്തിൻ്റെ മന്ത്രി പോയത്. സംസ്ഥാനത്തിൻ്റെ മന്ത്രി എന്ന പദവിയിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന തൊട്ട് സത്യം ചെയ്യുമ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. ക്രിമിനലുകളെ അതിൽ നോക്കൂ, ഈ കേസിലെ പിടികിട്ടാപ്പുള്ളിയാണ് കൂടെ നിൽക്കുന്നത്. അപ്പോഴും മന്ത്രിയോടൊപ്പം പോലീസുണ്ട്, മന്ത്രി വരുന്ന പരിപാടിയിൽ പോലീസുണ്ട്. പോലീസൊന്നും കാണുന്നില്ല. താങ്കൾ ന്യായമായും പറയാം, സ്വാഭാവികമായിട്ടും പിടികിട്ടാപ്പുള്ളികളായി ഇത്തരത്തിൽ പിടിക്കാൻ കഴിവില്ലാത്ത അഥവാ പിടിക്കാൻ കഴിയാത്ത പ്രതികളെ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിക്കാം. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ച് എന്തിനാണ്? സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കണ്ടേ? സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിക്കണ്ടേ? മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വരുന്ന ഈ പുതുതായി ചേർന്ന് വരുന്നവർ അവർ കേസിൽ പ്രതികളാണ്. ഒരാളെ അറിയിച്ചില്ലെങ്കിൽ അറിയാം, 3 പേരാണ് തുടർച്ചയായിട്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് വരെ വന്നിരിക്കുന്ന 3 പേരാ. ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ? സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കിട്ടിയിരുന്നോ? അല്ലെങ്കിൽ പിന്നെ ആ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ് അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഗൗരവമുള്ള വിഷയമാണെന്നേ. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലൊരു ഓൾ ഓഫ് എ സഡൻ രഹസ്യമായിട്ട് നടത്തുന്ന പരിപാടിയല്ലോ. മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഇത്രയും പേർ CPMലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് വരുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നയാൾ എന്താ പറയുന്നത്, ഇഡലി ശരൺ ഉൾപ്പെടെയുള്ളവർ, യദു ഉൾപ്പെടെയുള്ളവർ, പിന്നെ പിടികിട്ടാപ്പുള്ളിയായ സുധീഷ് ഉൾപ്പെടെയുള്ളവർ, ഇവരെ സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തിരുന്നോ? മന്ത്രി അതിൽ പങ്കെടുത്തു. എന്നിട്ടോ മന്ത്രിയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും CPMൻ്റെ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറിയും ഒക്കെ ഇതിനെ വാനോളം ന്യായീകരിക്കുകയാണ്. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇത്രയും ക്രിമിനലുകളെ ഒട്ടാകെ
ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും അവരുടെ പശ്ചാത്തലം ഒന്നൊന്നായി പുറത്തു വരുമ്പോഴും അതെല്ലാം ശരിയാണ്. ഞങ്ങളുടെ കുട്ടികൾ ആരാ എസ് എഫ് ഐയുടെ നേതാക്കന്മാരെ കൊല്ലാൻ ശ്രമിച്ചവരെ പോലും ഞങ്ങൾ അങ്ങ് കോംപ്ലിമെന്റ്സ് ആക്കി അഥവാ കോംപ്രമൈസ് ചെയ്തു എന്നൊക്കെ പറയാനുള്ള ലജ്ജാകരമായ അവസ്ഥ CPM-ന്റെ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നെങ്കിൽ ഇവർ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അവർക്ക് വേണ്ടത് അവർ ക്രിമിനൽ സംഘത്തെയാണ്. ഓക്കെ, ശരി. ശ്രീ VP ശ്രീപത്മനാഭൻ, ഇതിപ്പോൾ നിങ്ങൾക്ക് തള്ളി പറയാൻ പറ്റുമോ ഇവരൊക്കെ ക്രിമിനൽ സംഘങ്ങളാണ്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, ഇവർ കൊലപാതക ശ്രമക്കേസിലെ പ്രതികളാണ് എന്ന് പറഞ്ഞ് തള്ളി പറയാൻ കഴിയാത്ത, അവരെ മാലയിട്ട് സ്വീകരിച്ചതിന് മന്ത്രിയെ കുറ്റം പറയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നിങ്ങൾക്ക് അവിടെ ഇല്ലേ? കാരണം ഇവർ ഇത്രയും കാലം ലാവണമായി കണ്ടത് നിങ്ങളുടെ യുവജന സംഘടനകളെയാണ്. ഈ കേസുകൾ അപ്പാടെ ഉണ്ടാക്കിയത് നിങ്ങളുടെ യുവജന സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അത് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. മാതൃഭൂമിയിൽ ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നത് ഇന്ന് 12,000-ഓളം ആൾക്കാർക്ക് പനിയുണ്ടെന്നാണ്. 4 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു. മൊത്തം കേരളത്തിൽ 11 പേർക്ക് കോളറയാണ്. ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിലേ ഇപ്പോൾ കോളറയുള്ളൂ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ 2 സംസ്ഥാനങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. കടുത്ത വേനൽക്കാലം കാരണം അവിടെ ഇപ്പോഴും മഴ പെയ്യാൻ തുടങ്ങാത്തത് കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. നല്ല മഴ പെയ്യുന്ന കേരളത്തിലാണ് ഈ കോളറ വന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ പനി പിടിച്ചിരിക്കുകയാണ്. ഇന്ന് 11 ആൾ പനി പിടിച്ച് മരിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞൊരു മാസമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഈ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വേറെ പണിയൊന്നുമില്ലേ? അറിയാൻ പാടില്ല ചോദിക്കുക. കേരളത്തിലെ ആരോഗ്യരംഗം വലിയ ഭീഷണി നേരിടുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ പോയി മാലയിട്ട് സ്വീകരിച്ച് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുക വീണ ജോർജ്. സഹതാപം തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഈ വിഷയത്തിൽ വരാം. നോക്കൂ, ഇതിനൊരു വലിയ ചിത്രമുണ്ട്, വലിയ ക്യാൻവാസ് ഉണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കണ്ണൂർ ജില്ലയിലെ BJP നേതാക്കന്മാരുമായി ഞാൻ സംസാരിച്ചപ്പം അവർ ഞങ്ങളോട് പറഞ്ഞത് കേരളത്തിൽ പല സ്ഥലത്തും അടുത്തു തന്നെ CPM അക്രമം ആരംഭിക്കും. അങ്ങനെ ഒരു സൂചന അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് കാരണം? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ട കനത്ത പരാജയം. ഈ പരാജയത്തിൽ CPM കണ്ടെത്തിയ പല കാരണങ്ങളിൽ ഒന്ന്, അണികൾ വളരെ നിർജീവമാണ്. അണികൾ നിർജീവമാണ്, താല്പര്യമില്ല, പുറത്തിറങ്ങുന്നില്ല, പ്രവർത്തിക്കാൻ വരുന്നില്ല, ആവേശമില്ല. അവരിപ്പോൾ ഒരു വിഭാഗം, CPM-ലെ ഒരു വിഭാഗം പറയുന്നത് അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ പഴയ പോലെ 90-കളിലെ പോലെ അല്ലെങ്കിൽ 2000, 2005 ആ കാലഘട്ടത്തിലെ പോലെ അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ, വീണ്ടും കേരളത്തിൽ രാഷ്ട്രീയ അക്രമങ്ങൾ ഉണ്ടായാൽ പാർട്ടി ഉഷാറാവും, അണികൾ സജീവമാവും, വളരെ എന്താ പറയുക സജീവമായ അണികളെ കിട്ടും, പാർട്ടിയൊക്കെ ഒന്ന് ഉഷാറാവും. അപ്പോൾ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയമൊക്കെ സംഭവിക്കുന്നത് സാധ്യമല്ലാതെ ആക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഒരു വിഭാഗം CPM-കാർ വിലയിരുത്തുന്നതാണ് പറയുന്നത്. നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായി രാഷ്ട്രീയ അക്രമങ്ങൾ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം, എല്ലാ പാർട്ടിക്കാരും വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറിയത് കൊണ്ടും ആ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ, എല്ലാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ അത്തരത്തിലെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാവരുത് എന്ന രീതിയിൽ വേണ്ട നിർദ്ദേശം താഴെത്തട്ടിൽ കൊടുത്തതുകൊണ്ടും എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടുമാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി രാഷ്ട്രീയ അക്രമങ്ങൾ വളരെ കമ്മിയാണ്. ഈ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതായത് അങ്ങനെ അക്രമം അഴിച്ചുവിടാൻ CPM-ൽ ആളെ തികയാത്തതുകൊണ്ട് BJP-യിൽ നിന്ന് റിക്രൂട്ട് ചെയ്തു എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞുതരാം, അവിടെയൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു കേസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. 3 SFI-ക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഇതിൽ ആദ്യം കാപ്പ ചുമത്തപ്പെട്ട ആൾ 1-ാം പ്രതിയും ഇപ്പോൾ വധശ്രമ കേസിൽ പ്രതി എന്ന് പറയപ്പെടുന്ന ആളും 4-ാം പ്രതിയുമായ കേസ് എന്ന്. ഈ കേസിനെ പറ്റി മാതൃഭൂമി ഒന്ന് അന്വേഷിക്കണം. ഇതൊരു പൊളിറ്റിക്കൽ കേസല്ല, ഇതൊരു രാഷ്ട്രീയ കേസല്ല. ചില വ്യക്തിപരമായ കണക്കുകൾ തീർക്കാൻ ഇവർ തമ്മിലുണ്ടായ ഒരു കശപിശയാണ്, ഒരു അടിപിടിയാണ്. ഇതൊരു പൊളിറ്റിക്കൽ കേസായി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാനത് അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. ഈ 1-ാം പ്രതി എന്ന് പറയുന്ന ഈ കാപ്പ ചുമത്തപ്പെട്ടവനെ പറ്റി ഞാൻ പത്തനംതിട്ടയിൽ കൃത്യമായി അന്വേഷിച്ചു. അയാൾ ഒരു രാഷ്ട്രീയ കേസിലും പ്രതിയല്ല, ഒരു വില്ലേജ് ഓഫീസിൽ പിക്കറ്റ് ചെയ്ത കേസ് പ്രതിയല്ല, ഹൈവേ ഉപരോധത്തിൽ പ്രതിയല്ല, CPM BJP സംഘർഷത്തിലും പ്രതിയല്ല. ഒക്കെ തന്നെ വ്യക്തിപരമായി കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ച് പലതരത്തിലുള്ള അക്രമങ്ങൾ നടത്തിയത് കൊണ്ടാണ് സാമൂഹ്യ വിരുദ്ധനായി കണക്കാക്കി
കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കാപ്പ പ്രകാരം അയാളെ പിടിച്ചകത്തിട്ടത്. അയാൾക്ക് ജാമ്യം കിട്ടിയിട്ട് ഏതാനും ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഇവർ പോയി സ്വീകരിച്ചതാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളോട് പതുക്കെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സമാധാനം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഇയാളെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ അക്രമ സംഭവങ്ങളിൽ നിരന്തരമായി ഉൾപ്പെടുന്ന ആളുകളെ മെല്ലെ ഒഴിവാക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഉൾപ്പെട്ട കേസുകളെ പറ്റി മാതൃഭൂമി ചാനൽ അന്വേഷിക്കണം. ഓരോ കേസും ഒന്നും രാഷ്ട്രീയ കേസല്ല. ഈ രാഷ്ട്രീയ കേസ് അല്ലാത്ത സ്വന്തമായി ഉണ്ടാക്കുന്ന ക്രിമിനൽ പ്രശ്നങ്ങളാണ് ഇവർ ഈ പ്രതിയായ കേസുകളെല്ലാം. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരണ്ട. BJP CPM സംഘർഷമല്ല, അങ്ങനത്തെ ഒരു സംഘർഷത്തിൽ പ്രതിയായവരല്ല ഇവർ. എന്നിട്ടും ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരെ CPM എടുക്കുന്നത് ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഇത് CPMന്റെ ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അതായത് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് BJPയിൽ നിന്നല്ല, ക്രിമിനൽ സംഘങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ പറയുന്നത്. വക്കീൽ പറഞ്ഞതിലൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഈ ശരൺ 1-ാം പ്രതിയും സുധീഷ് 4-ാം പ്രതിയുമായിട്ടുള്ള SFI പ്രവർത്തകരായ 3 പേരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കുട്ടികൾ ഒരിടത്ത് നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടുന്ന് സെൽഫി എടുക്കാൻ പറ്റില്ല. ഇതാണ് ഈ പറയുന്ന ഇഡലി ശരൺ എന്ന് പറയുന്ന ആളുടെ ന്യായവും വാദവും. അങ്ങനെയാണ് അവിടെ അന്ന് അടിപിടി ഉണ്ടാകുന്നതും തലയുടെ പിന്നിൽ മർദ്ദിക്കുന്നതും ഇവർ കൊലപാതക ശ്രമക്കേസിൽ പ്രതിയാവുന്നതുമൊക്കെ. കഴിഞ്ഞ ദിവസം എന്താണ് പാർട്ടി പറഞ്ഞത്? രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് രാഷ്ട്രീയ കേസുകളുണ്ടാകും. ഒരു കേസിൽ ഒഴികെ ബാക്കിയെല്ലാം രാഷ്ട്രീയ കേസുകളാണ് എന്നാണ്. സ്ത്രീകളെ അസഭ്യം പറയുന്നത് രാഷ്ട്രീയ കേസിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ആ റിപ്പോർട്ടിലുള്ള മറ്റ് കേസുകളൊക്കെ രാഷ്ട്രീയ കേസെന്ന് പറയുന്നു. ഇവർക്ക് ഒരു രാഷ്ട്രീയവുമില്ല, പക്കാ ക്രിമിനലുകളാണ് എന്ന് തെളിയിക്കുന്ന സർക്കാർ രേഖകളടക്കമുണ്ട്. ഇവരെ എന്തിനാണ് പാർട്ടിക്ക്? ഞാൻ വീണ്ടും അത് തന്നെയാണ് ചോദിക്കുന്നത്, ഇവരെ എന്തിനാണ് പാർട്ടിക്ക്? അല്ല, ഇതാരാണ് പറയുന്നത് മാധു? ഇപ്പോൾ പ്രിയ സ്നേഹിതൻ ശ്രീ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞു ഇതൊന്നും രാഷ്ട്രീയ കേസല്ല, ഇവരാരും BJPക്കാരും അല്ല. പക്ഷേ ഇന്നലെ വരെ ഞാൻ മറ്റ് വിവിധ ചാനലുകളിൽ പങ്കെടുത്തു പോകുന്ന ഒരാളാണ് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ തന്നെയുള്ള ഒരു BJP നേതാവ് ഷാജി രാഘവനാണെന്നാണ് ഓർമ്മ. അതെ, പിന്നെ അവരടക്കം പറയുന്നത് ഒരു വർഷമായിട്ട് ഇവർക്ക് പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഒരു വർഷത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ അദ്ദേഹത്തിന് മുമ്പിൽ. പക്ഷേ ശ്രീപത്മനാഭൻ്റെ മുമ്പിൽ അതല്ല, ഇവർ പാർട്ടിക്കാരേ അല്ല, ഇവർക്ക് പിന്നെ BJP എന്നുള്ള പാർട്ടിയായിട്ടൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഈ ചർച്ച എടുത്തപ്പോൾ നമ്മളുടെ പാനലിൽ ഇരുന്നവരും പറഞ്ഞു ഒരു വർഷവുമായി ബന്ധവുമില്ല എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ഞങ്ങൾ ഇത്തരക്കാരെ ഒഴിവാക്കുകയാണെന്നാണ് BJP പറയുന്നത്. അങ്ങനെ BJP ഒഴിവാക്കി വിടുന്ന ക്രിമിനൽ സ്വഭാവമുള്ളവരെ പാർട്ടിക്ക് എന്തിന് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ ഞാനത് പറയാം മാധു, എനിക്ക് പറയാനുള്ള സമയമാണല്ലോ, ഞാനത് പറയാം. ഇത്തരക്കാരെ ഈ ഒരു പാർട്ടിയിൽ ഇപ്പം മലയാലപ്പുഴ പ്രദേശത്ത് നിന്നാണല്ലോ ഈ 62 പേരും വന്നത്. അതേതായാലും സമ്മതിക്കുമല്ലോ BJP നേതാക്കൾ. ശ്രീപത്മനാഭന് സമ്മതിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ പ്രാദേശികമായിട്ട് അന്വേഷിച്ചത് മാതൃഭൂമി അന്വേഷിക്കണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാനും അത് തന്നെ പറയാം. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ ഉന്നയിച്ച നിർദ്ദേശം തന്നെ ഞാനും പറയാം. മാതൃഭൂമി തന്നെ അന്വേഷിക്കട്ടെ. മലയാളപ്പുഴ പ്രദേശത്തുള്ള ഈ പറഞ്ഞ 62 പേർക്ക് എന്താണ് അവരുടെ പൊളിറ്റിക്കൽ ലൈനപ്പ് എന്താണെന്നുള്ളത് അന്വേഷിച്ചോട്ടെ. നേരത്തെ ഇപ്പോഴല്ല, ഇപ്പോൾ അവർ CPMകാരായല്ലോ. ഇനിയിപ്പോൾ ഇവരെ CPMകാർ മാലയിട്ട് സ്വീകരിക്കുന്ന എന്തിനാണെന്നുള്ളതാണല്ലോ മാധുവിൻ്റെ ചോദ്യം. അങ്ങനെ ഈ ഞങ്ങളെ BJP ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണെന്ന് യദുകൃഷ്ണൻ പറഞ്ഞത്. BJPയുടെ ഒരു നേതാവിൻ്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണല്ലോ. സുരേഷ് അങ്ങനെ ഒരാളുടെ പേരാണ് പറഞ്ഞത്, ഇലന്തൂര്. അയാൾ പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ട് ഉൾപ്പെടെ ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വേറെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നെ ഈ വിഷയം ഈ ടോപ്പിക്ക് മാറ്റുകയല്ല. പക്ഷേ ജ്യോതികുമാർ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധം പറയാനുണ്ട്. ഈ CPIMകാർ 18-19 സഹകരണ സംഘം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞില്ലേ? ഈ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന അനിൽ കെ ആൻ്റണി എന്താണ് പത്രസമ്മേളനം നടത്തി പത്തനംതിട്ടയിൽ പറഞ്ഞത്? ഇലക്ഷൻ കാലത്ത് ആൻ്റോ ആൻ്റണി MP-യുടെ അന്നും ഇന്നും അദ്ദേഹമാണ് MP, അദ്ദേഹത്തിൻ്റെ സഹോദരൻ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ സഹകരണ ബാങ്കിൽ നിന്ന് എത്ര കോടി രൂപയാണ് മോഷ്ടിച്ചതായിട്ട് പറഞ്ഞത്, തട്ടിപ്പ് നടത്തിയതായിട്ട് പറഞ്ഞത് ആൻ്റോ ആൻ്റണി MP-യുടെ സഹോദരൻ. അത് ഇന്നേ വരെ കോൺഗ്രസ് മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഈ കോൺഗ്രസിന് അക്കാര്യത്തിൽ നിലപാട് വേണ്ടതല്ലേ? അപ്പോൾ ആ സഹകരണ മേഖലയിൽ അങ്ങനെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ടേ? പിന്നെ എന്ത് പ്രശ്നം പറഞ്ഞാലും ശരി CPMൻ്റെ തലയിലേക്ക് വെച്ച് കിട്ടുമ്പോൾ ഒരു കാര്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല.
ഈ ഇന്ത്യയിലൊരു നിയമം, ഈ വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കിയത് ജ്യോതികുമാറിന് അറിയാമല്ലോ, മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്, 2011 ഡിസംബർ 27. പക്ഷേ നിയമമാകുന്നത് രാജ്യസഭയോടെ പാസ്സാക്കി, നിയമമാകുന്ന 2014 മെയ് 9 രാഷ്ട്രപതി ഒപ്പിടുന്നത്. അത് വേറൊരു കാര്യം. ഈ വിസിൽ ബ്ലോവർ ആവാൻ വയ്യ നിങ്ങൾക്ക്. പ്രതിപക്ഷം CPM ആണല്ലോ ഭരിക്കുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളി. അവർ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിനോ KSUവിനോങ്കിലും വിസിൽ ബ്ലോവർഷിപ്പ് ഒന്ന് കൊടുത്തുകൂടെ? ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് അവതരിപ്പിക്കൂ. കോടതിയുടെ സുപ്രീം കോടതി വരെ അംഗീകരിക്കും. എന്റെ ഒരു സംശയം വ്യക്തിപരമായി ഞാനോട് ചോദിക്കുകയാണ്, ഏതാണ് ഈ വിഷയത്തിൽ നിന്ന് മാറി ഏറെ സംസാരിച്ചു പോയിരിക്കുന്നു? അല്ല, ഞാൻ ഇത് സഹകരണ മേഖലയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇനി അദ്ദേഹം പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, 2 ഗ്രാം കഞ്ചാവ് എന്തിനാണ് പിടിച്ചത്? അത് പിന്നെ കൂടുതലായാൽ ജാമ്യം കിട്ടാതെ പോകുന്ന വകുപ്പല്ലേ? അങ്ങനെയല്ല സർ, ഇത് നമ്മുടെ ഈ പിന്നെ കേന്ദ്ര നിയമമാണല്ലോ, പിന്നെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റൻസസ് ആക്ട് എന്ന് പറയുന്നത്. അത് പ്രകാരം പിന്നെ 999 ഗ്രാം കഞ്ചാവ് വരെ പിടിച്ചാൽ ജാമ്യം കിട്ടും. അതിന് മുകളിലാണെങ്കിൽ നോൺ ബെയിലബിൾ ആണ്. അത് നിയമമാണ്. അത് കേരള സംസ്ഥാനം വളരെ കാര്യമായ ഒരു കാര്യം അനുവദിച്ചു തരണം. ഒരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് 2-ൽ ഒരാളെ വിശ്വാസത്തിലെടുക്കാനേ കഴിയുള്ളൂ. ഒന്നെങ്കിൽ കേരള പോലീസിനെ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഈ പറയുന്ന പാർട്ടിക്ക് ഉത്തമ ബോധ്യവും വിശ്വാസവും ഉള്ളതിന് പ്രതി മാലയിട്ട് ആനയിച്ചു കൊണ്ടുവന്ന യദുവിനെ. ഒന്നുകിൽ യദു കഞ്ചാവ് കയ്യിൽ വെച്ചു എന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ കേരള പോലീസ് കഞ്ചാവ് കയ്യിൽ വെക്കുന്നു, അത് കുറേശ്ശെയായി എടുത്ത് ഓരോ പ്രതികളുടെ കേസിന് വേണ്ടി ആവശ്യത്തിനനുസരണം കൊടുത്ത് വിതരണം ചെയ്ത് കള്ളക്കേസ് എടുക്കുന്നു എന്ന് പറയണം. ഈ സിസ്റ്റത്തെ, അതായത് സർക്കാരിനെ, ആഭ്യന്തര വകുപ്പിനെ, അതിന് കീഴിലുള്ള പോലീസിനെ, അവരുടെ നൈതികതയെ ഞാൻ വിശ്വസിക്കണോ, യദുവിനെ വിശ്വസിക്കണോ? അല്ല, നമ്മളിവിടെ പിന്നെ ജഡ്ജ്മെൻ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ മാധു. ഇവിടെ നമ്മളിരിക്കുന്ന വക്കീലന്മാരും അല്ല ആരും വാദിക്കാൻ. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ജഡ്ജ്മെന്റിന്റെ കാര്യം നമുക്കെന്താ ഉള്ളത്? അത് കള്ളക്കേസാണെന്ന് യദു പറഞ്ഞത് വിശ്വാസത്തിലെടുത്തുകൊണ്ടാണല്ലോ. ഈ പറയുന്ന സമുന്നതനായ വ്യക്തിയെ, ഈ പറയുന്ന വിശുദ്ധനായ ഒരാളെ 21 വയസ്സ് വരെ ഒരു കേസിലും പെടാത്ത, ഇപ്പോൾ കള്ളക്കേസിൽ കുടുക്കിയ, അതും ഇത്തരത്തിൽ കള്ളക്കേസ് കുടുക്കിയ മുൻകാല പരിചയമുള്ള ചരിത്രമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇരയാക്കിയ ഒരാൾ എന്ന് പറയുമ്പോൾ കേരള പോലീസ് കഞ്ചാവ് ഇഷ്ടാനുസരണം കൊടുക്കാൻ പാക്കറ്റാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കണം രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാൻ, അല്ലേ? അല്ല എന്ന് പറയാനായിട്ട് താങ്കളുടെ എന്തെങ്കിലും തെളിവുണ്ടോ? അങ്ങനെ അവർ ചെയ്തിട്ടില്ല. എനിക്ക് തെളിവിന്റെ ആവശ്യമില്ല. അങ്ങേക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് തെളിവിന്റെ ആവശ്യമില്ല. നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിന്റെ കയ്യിൽ കഞ്ചാവില്ലെന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിൽ അതിന് തെളിവുണ്ടോ എന്ന് അങ്ങ് ചോദിക്കുമ്പോൾ അങ്ങ് നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ പോലീസിനെയാണോ സംശയത്തിൽ നിർത്തുന്നത്? ഇതിപ്പോ BJP-ക്കാരോ കോൺഗ്രസ്സുകാരോ ചോദിച്ചിരുന്നെങ്കിൽ മാധു എന്ന ജേർണലിസ്റ്റിന് ആവശ്യമായ തെളിവുകളുണ്ടോ എന്നാ ചോദിച്ചത്. കേരള പോലീസിന്റെ കയ്യിൽ കഞ്ചാവില്ല എന്നതിനോ? എന്റെ വിശ്വാസമാണ് സാർ. ഞാൻ ഈ നാട്ടിൽ സുരക്ഷ ആഗ്രഹിക്കുന്ന ഒരു പൗരനല്ലേ. എന്റെ വിശ്വാസമാണ് നമ്മുടെ പോലീസ് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. അങ്ങേക്ക് എതിർത്ത് വിശ്വാസമുണ്ടോ? ഞാൻ ഉന്നയിക്കുന്ന ഇഷ്യൂവേ അതല്ല. ഞാൻ പറയുന്ന യദുകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നു എന്റെ പേരിൽ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് എക്സൈസ്. അങ്ങനെ പറയാൻ അയാൾക്ക് അവകാശമില്ലേ? അയാൾക്കുള്ള റൈറ്റ് ഇല്ലേ? അത് അന്വേഷിക്കട്ടെ. അതാ ഞാൻ പറയുന്നത്. താങ്കളുടെ അതാണ് ഞാൻ ചോദിച്ചത്. യദുകൃഷ്ണനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഏതാണ് യദുകൃഷ്ണനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഏതാണ് യദുകൃഷ്ണനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, എന്റെയോ താങ്കളുടെയോ ഇവിടെ ഈ പാനലിസ്റ്റുകളുടെയോ വിശ്വാസം എന്ത് പ്രസക്തിയാണ് ഇക്കാര്യത്തിലുള്ളത്? അയാൾ പറയാണ് എന്റെ പേരിൽ കള്ളക്കേസാണ്, അത് അന്വേഷിക്കണം എന്നല്ലേ പറയുന്നുള്ളൂ. അല്ല, വേറൊന്നും പറയുന്നില്ലല്ലോ ഇവിടെ. നാട്ടിൽ ഒരുപാട് പേർ പാർട്ടി അംഗത്വം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് പേർ പാർട്ടി അനുഭാവികളായി പെരുമാറുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, വോട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ ആരെയും മാലയിട്ട് സ്വീകരിക്കാൻ നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സോ ഒരു വലിയ പരിപാടിയോ ഒന്നും ഉണ്ടാകാറില്ല. അപ്പൊ അങ്ങനെ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സവിശേഷതകൾ അവർക്കുണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ നല്ല പൗരബോധമുള്ള, നല്ല നടപ്പുള്ള, നല്ല രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഈ സ്പെഷ്യൽ പ്രിവിലേജ്, സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പറയുകയാണ് എനിക്കെതിരെ കേരള പോലീസ് എടുത്തിരിക്കുന്നത് കള്ളക്കേസാണെന്ന്. സ്വാഭാവികമായും നമ്മൾ കേരള പോലീസിനെ സംശയിക്കേണ്ടതില്ലേ? അങ്ങനെ ഒരു സംശയം അങ്ങേക്കുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, എൻ്റെ സംശയം, എനിക്ക് സംശയമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു റിലവൻസും ഇവിടെ ഇല്ല.
ഞാൻ പറയുന്ന അയാളുടെ സംശയം, അയാളുടെ പരാതി അന്വേഷിക്കപ്പെടണം. അയാൾ പറയുന്നത് ഈ കേസ് ഇങ്ങനെ എനിക്കെതിരെ കള്ളക്കേസാണ്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് എക്സൈസ് മേധാവിക്ക് SP അവർക്ക് കൊടുത്തിരിക്കുന്നു. അത് പോലീസ് എക്സൈസ് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്കത് അന്വേഷിക്കാൻ സൗകര്യമില്ല, അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അതോടെ എൻ്റെ നിലപാടല്ല, ഞാൻ തീരുമാനിക്കണം, വിധിക്കാൻ ഇക്കാര്യത്തിൽ ആളല്ല. ശരി, ഓക്കെ. അങ്ങ് അത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞു എന്ന് തുടർച്ചയായ പ്രതിരോധം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇനി സംശയിക്കേണ്ടത് കേരള പോലീസിനാണോ എന്നൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വ്യാജ കേസെടുക്കുന്ന പോലീസ്, കഞ്ചാവ് കേസിൽ പ്രതിയാകാത്ത ഒരാളെ വീട് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ പിടിച്ചുകൊണ്ടുവന്ന ഒരാൾക്ക് കഞ്ചാവും അത് ഉപയോഗിക്കാനുള്ള ഉപകരണവും അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിവെക്കുന്ന പോലീസ്, നമ്മുടെ എക്സൈസും നമ്മുടെ പോലീസും ഒക്കെ ഈ ഗതിയിലാണോ പ്രവർത്തിക്കുന്നത്? മാത്രമല്ല, അതാ നോക്കൂ, ശ്രീ ജയചന്ദ്രൻ തന്നെ നേരത്തെ പറഞ്ഞതാണ് ഈ പറയുന്ന അസീസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ എന്ന്. എന്നിട്ട് അദ്ദേഹം ഇപ്പോഴും നമ്മുടെ സർവീസിൽ തുടരുന്നുണ്ടെങ്കിൽ ആരാണ് അതിന്റെ ഉത്തരവാദി? ഞാൻ അതാണ് ചോദിച്ചത്. ഇത്തരത്തിലുള്ള സർക്കാരിന് കളങ്കമുണ്ടാക്കുന്ന, പ്രത്യേകിച്ച് അവിടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ പങ്കെടുത്ത് ആ പാർട്ടിയിലേക്ക് സ്വീകരിച്ചാനയിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത, ഞാൻ കോട്ട് ചെയ്യുന്നത് ശ്രീ ജയചന്ദ്രനെയാണ്, ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് സ്വീകരിച്ചാനയിച്ച് മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ്. അത്തരത്തിൽ ഇതിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയെങ്കിൽ ആ സ്ഥാനത്ത് ഒരു നിമിഷം പോലും അസീസ് എന്ന് പറയുന്ന BJP-കാരനായ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല. 24 മണിക്കൂറും കഴിഞ്ഞു, 48 മണിക്കൂറാകുന്നു. നിങ്ങൾ നടപടിയെടുത്തോ? നടപടിയെടുക്കാൻ എന്താണ് നിങ്ങൾ താമസിക്കുന്നത്? ഇത് തന്നെയല്ലേ നമ്മൾ കൊയിലാണ്ടിയിലെ പ്രിൻസിപ്പളിനെ സംബന്ധിച്ച് കണ്ടത്. കൊയിലാണ്ടിയിലെ പ്രിൻസിപ്പളിനെ കായികമായി കൈകാര്യം ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ CCTV-യിലൂടെ പരസ്യമായി കണ്ടു. എന്നാൽ ഉടനെ പറയുന്നത് SFI-കാരൻ്റെ കർണപുടം അടിച്ച് പൊട്ടിച്ചു എന്നാണ്. തെളിവുണ്ടോ? ജയചന്ദ്രൻ്റെ തെളിവുണ്ടോ? SFI-കാരുടെ തെളിവുണ്ടോ? അവൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? വ്യാജ പ്രചാരണമല്ലേ? ഇപ്പോൾ ആ പ്രിൻസിപ്പൾ അടി കൊണ്ടതുമല്ല, പ്രിൻസിപ്പൾ കോടതി കയറി ഇറങ്ങുക. എന്തിനാ? മുൻകൂർ ജാമ്യത്തിന് വേണ്ടി. എന്ത് ഭരണമാണ് ഇത്? ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൾ അദ്ദേഹത്തെ കായികമായി കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം കോടതി കയറി ഇറങ്ങുക. തൊട്ടപ്പുറത്ത് മറ്റൊരു പ്രിൻസിപ്പൾ, അവരെ കാസർഗോഡ് രമ എന്ന് പറയുന്ന പ്രിൻസിപ്പൾ, അവരെ റിട്ടയർ ചെയ്യുന്ന ദിവസം തന്നെ പണ്ടെങ്ങോ ഒരു അഡ്മിഷൻ SFI-കാരൻ വന്നപ്പോൾ അവൻ്റെ രക്ഷകർത്താവ് കൂടെ ഇല്ലാത്തതിൻ്റെ പേരിൽ അഡ്മിഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. കോടതി ഇടപെട്ടാണ് അവസാന ദിവസം സർവീസിൽ അവസാന ദിവസം സസ്പെൻഷൻ ഒഴിവാക്കിയത്. അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചു. ഇപ്പോൾ കോടതി ഇടപെട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ പ്രതി ആരാണ്, വാദി ആരാണ് എന്നറിയാത്ത രീതിയിൽ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? ഇത്രയേറെ വാദഗതികൾ അല്ലെങ്കിൽ ഇത്രയേറെ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീ ജയചന്ദ്രനെ പോലെ, ഞാൻ അങ്ങേ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ്, അങ്ങേപോലെ ഒരാൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കാൻ വരുന്നത് ശരിയാണ്. എന്തുകൊണ്ട് SFI-യുടെയും DYFI-യുടെയും സഖാക്കന്മാർ, ആർഷോയെ പോലെ ആർജവുമുള്ള നേതാക്കന്മാരുണ്ടല്ലോ, എവിടെ പോയി മാളത്തിൽ ഒളിച്ചു? അപ്പോൾ താങ്കളെ പോലെ ഒരാൾ, ഈ സമൂഹത്തിൽ ഏറെ ബഹുമാനിപ്പിക്കപ്പെടുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് വേണ്ടി വാദിക്കുന്നത് ശരിയാണോ സാർ? ഇത് കഴിഞ്ഞിട്ടെങ്കിലും താങ്കളൊന്ന് ചിന്തിക്കണം. ജില്ലാ സെക്രട്ടറി പറഞ്ഞു, ഉദയഭാനു പറഞ്ഞു, ഇനിയിപ്പോ പ്രതിയായവരും വാദിയായവരും തമ്മിൽ കോംപ്രമൈസ് ചെയ്താൽ മതിയെന്ന്. എന്ത് കേസ്? ക്രിമിനൽ കേസാ, രാഷ്ട്രീയപരമായ കേസ് മാത്രമല്ല. ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോ. അപ്പോൾ ഞാനത് വ്യക്തിപരമായി അങ്ങനെയുള്ള സ്നേഹം കൊണ്ട് മാത്രം പറഞ്ഞത് മാത്രം, അങ്ങേ അത് തെറ്റിദ്ധരിക്കേണ്ട. മറ്റൊന്ന്, ഇവിടെ താങ്കൾ പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ 18 ബാങ്കുകൾ ഇത്തരത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. താങ്കൾ പറഞ്ഞ വിസിൽ ബ്ലോവേഴ്സ് ആക്ട് ഉപയോഗിച്ച് ഞാൻ പോകണമെന്നാണ്. എന്ത് തമാശയായത്! ആ ഹൈക്കോടതിയിൽ നിന്ന് ഉൾപ്പെടെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ട് പോലും ആ കേസിൽ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോവുകയും അവിടെ എങ്ങു നിന്നോ കുറേ ആളുകളെ കൊണ്ടുവന്ന് ഒരു ഐഡൻറ്റി കാർഡും ഇല്ലാതെ സഹകരണ മേഖലയിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സമ്മതിച്ചു കൊടുത്ത് കയറി നിരങ്ങിയിട്ട് പോവുക, വോട്ടിട്ടിട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങളെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കുന്നതിനെതിരായിട്ട് വിസിൽ ബ്ലോവേഴ്സ് ആക്ട് ഞാൻ ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ താങ്കൾ പറഞ്ഞു ആൻ്റോ ആൻ്റണിയാണെന്ന് ഇപ്പോഴും MP. ഈ പ്രചാരണങ്ങളൊന്നും അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചില്ല. മാത്രമല്ല, താങ്കൾ കരുവന്നൂർ അവിടെ നിൽക്കുമ്പോഴാണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മുൻ MLA-യും ഉൾപ്പെടെ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ കരുതലിൽ നിൽക്കുമ്പോഴാണ് താങ്കൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആലോചിക്കണം. ഏതായാലും പിന്നെ താങ്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ BJP-യിൽ ഉണ്ടായിരുന്ന ആൾ, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് ഇലക്ഷനിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ ഓൺലൈൻ ഇലക്ഷനാണ്. ആർക്കും ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് ആ പാർട്ടിയുടെ ആശയത്തിൽ വിശ്വസിക്കുന്നു എന്ന ഡിക്ലറേഷൻ കൊടുത്തുകൊണ്ട് ഓൺലൈനായി തന്നെ മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ അത്തരത്തിൽ BJP-യിൽ ഉണ്ടായിരുന്നയാൾ, കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുത്തയാൾ, ഇപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്ന് സ്വയം പറയുന്ന ആൾ, അദ്ദേഹം ഇപ്പോൾ CPM-ലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം നിങ്ങൾ നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇനി ഞാനൊന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്തരത്തിലുള്ള കേസുകളെ സംബന്ധിച്ച് പറയുമ്പോൾ
ഇപ്പോഴത്തെ ഞാൻ ചോദിച്ചു ഡിവൈഎഫ്ഐയുടെ SFIയുടെ ഒക്കെ സംസ്ഥാന ഭാരവാഹികളൊക്കെ എവിടെയെന്ന്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം ജയിലിലാണ്. എന്തിൻ്റെ പേരിലാണ്? അദ്ദേഹം ഒരു അഡ്വക്കേറ്റിനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ജയിലിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി, ജാമ്യത്തിലിറങ്ങിയപ്പോൾ ജാമ്യത്തിൽ വ്യവസ്ഥയുണ്ട്, ഇനി ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടാൻ പാടില്ലെന്ന്. വീണ്ടും 12 കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ. അപ്പോൾ അദ്ദേഹത്തെ പിടിയിട്ടാ പുള്ളിയായി, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സുധീഷിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തെയും പിടിയിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചു. അവസാനം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ കോടതിയിൽ പോയതിനു ശേഷമാണ് അദ്ദേഹം SFI സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്തിട്ടും അദ്ദേഹത്തെ പിടിക്കാതെ വന്നപ്പോൾ കോടതിയിൽ പോയിട്ടാണ് അവസാനം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ അതൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ SFIയും കേസും തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിലോ MSFുമായി തർക്കത്തിൻ്റെ പേരിലോ ABPയുടെ തർക്കത്തിൻ്റെ പേരിലോ അല്ല. ഒരു അഭിഭാഷകനെ വീട്ടിൽ കയറി കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നയാൾ എത്ര ക്രിമിനൽ കേസിൽ പ്രതി അല്ല. അപ്പോൾ പറയാം ഇതെല്ലാം രാഷ്ട്രീയമാണെന്ന് പറയാം. നിങ്ങളുടെ കേസ് വരുമ്പോൾ എല്ലാം രാഷ്ട്രീയമാണ്, അല്ലാതെ വരുമ്പോൾ എല്ലാം ദുരിതമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് പാർട്ടി ഒളിഞ്ഞും തെളിഞ്ഞും ക്രിമിനൽസുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു മടിയുമില്ല എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ 1-2 വിഷയങ്ങൾ കൂടി വളരെ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. സിദ്ധാർത്ഥിൻ്റെ മരണം അന്വേഷണം എവിടെ എത്തി? അതുപോലെ തന്നെ വഞ്ചൂരിൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഉണ്ട്. അവിടുത്തെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു കഞ്ചാവുമായി ആന്ധ്രയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതിൻ്റെ കേസിൽ പ്രതിയായത്. എവിടെ പോയി? കായംകുളത്തെ SFI വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി SFIയുടെ നേതാവിനെ സംബന്ധിച്ച് എന്തായി? വിദ്യ എന്ന് പറയുന്ന SFIയുടെ വനിതാ നേതാവ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിയിൽ കയറി. എവിടെ പോയി കേസ്? അതുപോലെ തന്നെ കാട്ടാക്കടയിൽ 2 വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാതെ തന്നെ കൗൺസിലേഴ്സ് ആണെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി സമീപിച്ചു അധ്യാപകരുടെ സഹായത്തോടെ. എന്തായി കേസ്? മഹാരാജാസ് കോളേജിൽ പരീക്ഷ എഴുതാത്തവർ പോലും പാസ്സായ കേസ്. അപ്പോൾ ഇത്തരത്തിൽ SFIക്കാരാണെങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകുന്നതിനും എന്ത് ക്രിമിനൽ നടപടികളിൽ ഇടപെടുന്നതിനും നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇനി അത്തരത്തിലുള്ള ക്രിമിനലുകൾ അതിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ SFIയിലേക്കായാലും DYFIയിലേക്കാലും വരാൻ തയ്യാറാണെങ്കിൽ അവരെ മന്ത്രിമാർ മുൻകൈയിൽ നിന്നുകൊണ്ട് സ്വീകരിക്കുന്നു. ഇപ്പോ ശ്രീ ജയചന്ദ്രൻ തന്നെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതാണ്, ശ്രീ ഉദയഭാനു പറഞ്ഞതാണ്, ഇനിയിപ്പോൾ വാദിയായവരും പ്രതിയായവരും തമ്മിൽ കോംപ്രമൈസ് ആയിക്കോളും എന്ന്. അങ്ങനെ ക്രിമിനൽ കേസുകൾ അങ്ങ് പറഞ്ഞതുപോലെ നേരത്തെ ആ FIR ഞാനും വായിച്ചതാണ്. ഒരു സെൽഫി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കം അത് വലിയ മർദ്ദനത്തിൽ കലാശിക്കുകയും കൊലപാതക ശ്രമമടക്കം വകുപ്പുകൾ ചുമത്തപ്പെടുകയും ചെയ്ത ഒരു കേസ്. ആ കേസിലാണ് ഈ സുധീഷ് ഇപ്പോഴും പിടികിട്ടാപ്പുള്ളിയായി തുടരുന്നത്. ആ കേസിൽ ജാമ്യമെടുത്ത ആളാണ് ശരൺ ചന്ദ്രൻ. അപ്പോൾ റിമാൻഡിലാവുകയും ചെയ്തു, അതിനുശേഷം ജാമ്യം എടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ക്രിമിനൽ കേസ് എങ്ങനെയാണ് ഇവർ കോംപ്രമൈസ് ചെയ്യുന്നു പറയുന്നത്? അങ്ങനെയാണ് എങ്കിൽ BJPക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എങ്ങനെയാണ് BJPയിൽ വന്നാൽ ക്രിമിനൽ കേസുകൾ അല്ലെങ്കിൽ അഴിമതി കേസുകൾ ഇല്ലാതെയാകും എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അതേ വഴിക്ക് തന്നെ CPM പോകുന്നു എന്നൊരു ആരോപണം നിങ്ങൾക്ക് ഉന്നയിക്കാം. ഞങ്ങളെ ഒരു ആരോപണം ഉന്നയിക്കാനില്ല. കാരണം എന്താ പറയുക, ഞങ്ങളെ ഭയം CPMനെതിരെ ആരോപണം ഉന്നയിക്കലും തിരിച്ചിങ്ങോട്ട് പറയലൊന്നും അല്ല. ഞങ്ങളെ ഭയം കേരളത്തിൽ 90കളിലും 80കളിലും ഉണ്ടായ സാഹചര്യം തിരിച്ചു വരുമോ എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കണ്ണൂർ ജില്ലയിൽ നിന്നും BJPയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആ ഭയം പങ്കുവച്ചിട്ടുണ്ട്. അതായത് CPMനുള്ളിലെ ഒരു വിഭാഗമാണ്. ഇപ്പം ഞാനത് കൃത്യമായി പറയാം. ഈ കേരളത്തിൽ ഈ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം വ്യക്തിപരമായി താല്പര്യമെടുത്തിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. ഒരുപാട് വട്ടം ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് വ്യത്യാസം പല സ്ഥലത്തും വന്നിട്ടുണ്ട്. പക്ഷേ CPMൻ്റെ ഉള്ളിൽ ഇതിനെ എതിർക്കുന്നൊരു വിഭാഗമുണ്ട്. ഈ സമാധാനം ഉണ്ടാവരുത്, ഈ സമാധാന അന്തരീക്ഷം പാടില്ല, രാഷ്ട്രീയ അക്രമങ്ങൾ വേണം, എന്നാലേ പാർട്ടി ഉഷാറാവുള്ളൂ, എന്നാലേ പാർട്ടി സജീവമാവുള്ളൂ, അണികൾ റോട്ടിലിറങ്ങുള്ളൂ, കാര്യങ്ങൾ ചെയ്യാൻ കുട്ടികളെ കിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നൊരു വിഭാഗമുണ്ട്. അവരിപ്പം മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് ഇത്തരത്തിൽ, ഇത് റിക്രൂട്ട്മെൻറ്റാണ്. ഞാനതാ നേരത്തെ പറഞ്ഞത്, റിക്രൂട്ട്മെൻറ്റാണ്. ഇത് CPM നടത്തുന്നത് അഖില കേരള അടിസ്ഥാനത്തിൽ. മറ്റു പാർട്ടികൾ അവരൊക്കെ പല പാർട്ടികളിൽ പ്രവർത്തിച്ച ആളുകളായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇവരൊന്നും. ഇതിന് 4 പേർ 4-5 ആളുകൾ നേരത്തെ BJPയുമായി സഹകരിച്ച ആളുകളാണ്. പക്ഷേ സ്ഥിരം കുറ്റവാളികളായതുകൊണ്ട് നമ്മളെ മെല്ലെ ഒഴിവാക്കിയതാ. ആ 4-5 ആളുകളാണ് ഇപ്പോൾ ഇവർ BJP എന്ന് പറഞ്ഞ 62 ആളുണ്ട് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കണം. അവിടെ 62 എന്ന് പറഞ്ഞതിൽ ഈ 4-5 ആളുകൾ ഒഴികെ ബാക്കിയൊക്കെ പഴയ CPMകാരാ, പരമ്പരാഗത CPMകാരാ. ഈ 3-4 ആളുകളാണ് നേരത്തെ മുൻപേ BJPയുമായി ബന്ധമുണ്ടായിരുന്നു, പക്ഷേ ശല്യക്കാരായതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി. ആ 4-5 ആളുകളും അവരുടെ കൂടെ വന്ന പഴയകാല CPMകാരാണ്. മുൻപ് ബന്ധമുണ്ടായിരുന്നത് എന്ന് നോക്കിയാൽ മതിയോ?
അല്ല ഞാൻ പറയട്ടെ, ഇവര് ഈ പുതിയതായിട്ട് വന്ന ആളുകൾ എന്ന് പറയുന്ന 62 ഒന്നുമില്ല. എന്നോട് അവിടുത്തെ ആളുകൾ പറഞ്ഞത് മുഴുവൻ പഴയ CPM-കാരാ മാലയിട്ടത് മുഴുവൻ. ഈ 3-4 പിള്ളേർ മാത്രമാണ് ഇവർ വലിയ കൊട്ടി ആഘോഷിച്ച്. അവിടുത്തെ നാട്ടുകാർക്ക് സത്യം പറയാം. ഇപ്പോൾ കേരളത്തിലെ മറ്റെല്ലാ പ്രദേശത്തെ ആളുകളെ പറ്റിക്കാം, പക്ഷെ ആ നാട്ടുകാരെ പറ്റിക്കാൻ പറ്റില്ല. അവർക്കറിയാലോ ഈ പിള്ളേരൊക്കെ നേരത്തെ ഏതായിരുന്നു എന്ന്. ഇവർ ഈ മാലയിട്ടതിൽ 58 പേരും പഴയ CPM-കാരാ, പരമ്പരാഗത, അതും ആ പ്രദേശത്തുകാരല്ല, തൊട്ടപ്പുറത്തുനിന്നൊക്കെ വന്നവരാ. സ്വാഭാവികമാണ്. കാരണം ഈ പറയുന്ന 62 പേരെയും എടുത്ത് അവരുടെ പോലീസ് ക്ലിയറൻസ് നോക്കി മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നൊന്നുമല്ല. അവിടെ നിന്ന് തന്നെയുള്ള പ്രാദേശികമായ പാർട്ടിയിൽ നിന്നൊക്കെ തന്നെ ലീക്ക് ചെയ്ത് വരുന്ന വിവരങ്ങളാണ് ഇവരൊക്കെ ഈ കേസിൽ പ്രതികളാണ്, ഇവരെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അവിടുന്ന് വളരെ ലോക്കലായി കിട്ടുന്ന വിവരങ്ങളാണ്. അതിന്റെ പേരിലാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ അതിൽ അസംതൃപ്തരായ കുറെ ആളുകൾ അവിടെയുമുണ്ട്. അല്ല എന്തോ ചെയ്തോട്ടെ അവര്. ഞങ്ങൾക്കാകെ ഒരൊറ്റ ഭയമേ ഉള്ളൂ, 80കളിലെ 90കളിലെ അന്തരീക്ഷം തിരിച്ചു വരരുത്. 6-7 കൊല്ലമായി കേരളത്തിൽ വലിയ പ്രശ്നങ്ങളില്ല. അത് ബോധപൂർവമായി എടുത്ത തീരുമാനത്തിന്റെ ഫലമായി നിന്നതാണ്. പക്ഷേ CPM-ന്റെ ഉള്ളിൽ ഒരു വിഭാഗത്തിന് അതിൽ താല്പര്യമില്ല. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്, അവർ റിക്രൂട്ട്മെന്റ് നടത്തുകയാണ്. കണ്ണൂർ എന്താ സംഭവിച്ചത്? ഒരു ഒഴിഞ്ഞ വീടിന്റെ മുകളിൽ നിന്ന് ബോംബുണ്ടാക്കി. ആർക്കെതിരെ കയറിയാൻ ഉണ്ടാക്കിയ ബോംബാ? വിഷുവിന് പൊട്ടിക്കാൻ ഉണ്ടാക്കിയ ബോംബാ? അടുത്ത ദീപാവലിക്ക് പൊട്ടിക്കാൻ ഉണ്ടാക്കിയ ബോംബാ? അവിടുത്തെ രാഷ്ട്രീയ പ്രതിയോഗികൾ പ്രധാനമായും ഞങ്ങളുടെ ആൾക്കാരുടെ തലമണ്ടയ്ക്ക് എറിയാൻ ഉണ്ടാക്കിയ ബോംബാ. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഉണ്ടാക്കുമ്പോൾ പൊട്ടിയിട്ട് ഒരു CPM-കാരൻ മരിച്ചു, 2 CPM-കാർക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. അപ്പൊ എന്തിനാ കണ്ണൂർ ബോംബ് ഉണ്ടാക്കിയത്? കണ്ണൂർ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സംഘർഷമൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്തിനാ ബോംബ് ഉണ്ടാക്കിയത്? അപ്പൊ ഞാനതാ പറയുന്നത്, അതാണ് ഏറ്റവും വലിയ തെളിവ്. ഇവരിലെ ഒരു വിഭാഗം ഇതിനെതിരാണ്. ഈ സമാധാന അന്തരീക്ഷത്തിന് CPM-ന്റെ ഉള്ളിൽ ഒരു വിഭാഗം എതിരാണ്. അവർ കുഴപ്പമുണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങൾക്കതാ ഭയം. ഞങ്ങളുടെ സംസ്ഥാന വ്യാപകമായി CPM നടത്തുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്. ഞാൻ ശ്രീ ജയചന്ദ്രൻ അങ്ങിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോ PSC കോഴയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ വന്നു. ഇങ്ങനൊരു വിഷയമേ പാർട്ടിക്ക് മുന്നിലില്ല എന്നുള്ളതാണ് പാർട്ടി മേൽഘടകം മുതൽ താഴെ വരെ പ്രതിരോധിക്കുന്നത്. പക്ഷെ പാർട്ടിക്ക് മുന്നിൽ വിശദീകരണം നൽകുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുത്ത സെൽഫി അടക്കം ഈ പറ്റിക്കപ്പെട്ടവരെ ബോധിപ്പിക്കാൻ, വിശ്വസിപ്പിക്കാൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടിക്ക് കിട്ടുന്ന വിവരം. ഇങ്ങനെ പലതും ഗുരുതരമായി ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് എന്തു ലാഭമാണ് ഉണ്ടാവുക? അല്ല, ഇത് പാർട്ടിയാണ് മറച്ചു വെക്കുന്നതെന്നുള്ളത് അത് മറ്റൊരു ആരോപണമാണ് ഇപ്പോൾ താങ്കൾ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അതുകൂടെ പറയണമല്ലോ. അതുകൂടെ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ പെട്ടെന്ന് മറുപടി പറഞ്ഞോളാം. അത് ഈ പത്തനംതിട്ട കേസിലെ വിവിധ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, ചർച്ച ചെയ്തല്ലോ ഇപ്പോൾ ഇവിടെ. ഇതിൽ ഈ ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന നിയമവ്യവഹാരത്തിൽ പറയുന്ന ഭാഷ, സ്ഥിരം കുറ്റവാളികൾ എന്ന ഗണത്തിൽ പെടുന്ന എത്ര പേരുണ്ട് ഈ 62 പേരിൽ? അല്ല, ഈ 3 പേരിൽ. ഇപ്പോൾ ശരൺ ഹാബിച്വൽ ഒഫൻഡർ അല്ല എന്നുള്ളതുകൊണ്ടാണ് കാപ്പായിൽ പെടുത്തിയിട്ടും അയാൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ, കളക്ടർ അതുകൊണ്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ യദുകൃഷ്ണൻ ഇതുവരെ ഒരു കേസിൽ ആ റിപ്പോർട്ടിൽ ഇദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങൾ എണ്ണി പറഞ്ഞതിന് ശേഷം അറിയപ്പെടുന്ന റൗഡിയാണ് എന്നാണ് ആ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ എഴുതി വെച്ചിരിക്കുന്നത്. ഹാബിച്വൽ ഒഫൻഡർ അല്ലേ? ഹാബിച്വൽ ഒഫൻഡേഴ്സിനല്ലേ കാപ്പ ചുമത്തുന്നത്? ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ. ഹാബിച്വൽ ഒഫൻഡർ, ഇതാണ് ഞാൻ പ്രയോഗിച്ച പദം. ഞാൻ അതാണ് പറഞ്ഞത്. നിൽക്കട്ടെ, അല്ല, ഇതെല്ലാം ബന്ധപ്പെടുത്തിയാണല്ലോ സംസാരിക്കേണ്ടത് നമ്മൾ. ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. പിന്നെ PSC കോഴ, ഇപ്പം ഇത് PSC കോഴ അല്ലാതായി മാറിയില്ലേ? PSC അംഗത്വത്തിനുള്ള കോഴ അല്ലാതായി ഇപ്പം മാറിയില്ലേ? എങ്ങനെ മാറി? ഇപ്പം ഇതെന്താണ്? പിന്നെ ആയുഷ് വകുപ്പിലെ ഒരു പോസ്റ്റിംഗ് ആണല്ലോ ഇപ്പോഴത്തെ. ഇതില് പാർട്ടിക്ക് എന്താണ്? 22 ലക്ഷം രൂപ ഒരു സ്ഥലം മാറ്റത്തിന്, അതും വിശ്വസിക്കണം. പാർട്ടി എന്നുള്ള നിലയിൽ ഒരു സ്ഥലം മാറ്റത്തിന്, ജോലി കിട്ടാനുള്ള സ്ഥലം മാറ്റത്തിന് 22 ലക്ഷം രൂപ പാർട്ടി പറഞ്ഞിട്ടാണോ? പാർട്ടിയുടെ ഭാരവാഹിയല്ലേ? 60 ആവശ്യപ്പെട്ട് 22 കൈപ്പറ്റി. അല്ല, 60 അല്ലേ തുക? 60 ആവശ്യപ്പെട്ടു, 22 കൈപ്പറ്റി. അതെ ഞാൻ പറഞ്ഞു, 60 തുക. അതെ, അയാൾക്കെതിരെ 60 ലക്ഷം കൊടുക്കാൻ പണം കായ്ക്കുന്നവരം PSC-യിലല്ലേ ഉള്ളൂ. അല്ല, അതറിയാം. അത് നിങ്ങൾക്കൊക്കെ അറിയാത്തതാണോ? CPM-ന്റെ കോട്ടയിൽ ഉണ്ടായിരുന്ന, ഇനിയിപ്പോൾ ഒരു ഒഴിവില്ല, ഉണ്ടായിരുന്ന കോട്ട 1 വർഷം മുമ്പായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു. നഗത്തി ഒരു ഡോക്ടർ ജോസ് അല്ല, ഒഴിവുണ്ടായിരുന്നു, ജോലി വാങ്ങിക്കൊടുത്തു എങ്കിൽ ഈ പറയുന്ന വാർത്ത പുറത്തു വരില്ല. ഇത് പറഞ്ഞു പറ്റിച്ച് പണം വാങ്ങി എന്നുള്ളതാണല്ലോ കേസ്.
ഒഴിവില്ല എന്നുള്ളത് അതിന് ന്യായീകരണമാകുന്നില്ല. ഒഴിവില്ലാത്തതും ജോലി വാങ്ങിക്കൊടുക്കാത്തതും PSC അംഗത്വം കിട്ടാത്തത് കൊണ്ടാണ് ഈ കഥയൊക്കെ നാട്ടുകാർ അറിഞ്ഞത്. അല്ലെങ്കിൽ അവിടെ പോയി ഇരുന്നേനെ PSC അംഗമായിട്ട് ഈ അഴിമതി കഥ പുറത്തു വരില്ലായിരുന്നു. അല്ല, PSC അംഗത്വത്തിനല്ലെന്നാണ് ഇപ്പൊ കേൾക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കതിൻ്റെ അകത്ത് PSC അംഗത്വത്തിനാണോ അല്ല ആയുഷിലേക്കാണോ ഏതിനാണെങ്കിലും കോഴ തന്നെയാണല്ലോ. അതിന് ആ രൂപത്തിലേ ഞാൻ കാണുന്നുള്ളൂ. അത് PSC അംഗത്വം എന്ന് പറഞ്ഞാൽ ശരി, ആയുഷാണെന്ന് പറഞ്ഞാൽ ശരി. അത് പാർട്ടിക്ക് മുന്നിലില്ല എന്നുള്ളതാണ്. അയാൾക്കെതിരെ പാർട്ടി നടപടി ഇല്ല, അങ്ങനെ ഒരു പരാതിയില്ല, പരാതിക്കാർ പുറത്തു വരില്ല എന്ന ഉറപ്പും ആത്മധൈര്യവും. പക്ഷെ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം സെൽഫി എടുത്ത് ആരോഗ്യമന്ത്രിയുടെ PA ചമഞ്ഞ് ഫോൺ വിളിച്ചൊക്കെയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എങ്കിൽ അതിൽ നിയമപരമായ ഇടപെടൽ വേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എന്താ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? ഇത്തരത്തിലൊരു ചർച്ച വേണം, ഒരു സംശയമില്ല പറയാം. അത് സ്റ്റാഫ് ചമഞ്ഞാലും നോക്കൂ, എന്നോടാണ് ചോദ്യം, ഞാൻ സംസാരിക്കട്ടെ. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് ഒത്തിരി വിഷയങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ കൃത്യമായിട്ടും ഇത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുന്നു. ഞങ്ങളാരും കൊണ്ടുവന്നാലല്ലോ. ആ ആരോപണം വരാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇന്റേണൽ പ്രശ്നങ്ങളാണ്. ജോർജ് എം തോമസിനെ പുറത്താക്കിയിട്ടുള്ളത് ഇന്റേണൽ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തിന് മാഫിയയുമായി ബന്ധപ്പെട്ട പിന്നെ എന്താ പറയുന്നത്, ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട ബന്ധത്തിൻ്റെ പുറത്താണ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ വലിയ വിഷയങ്ങൾ ഇപ്പോഴും ആ കോഴിക്കോട് ജില്ലയിലുണ്ട്. താങ്കൾ ഈ പറഞ്ഞതുപോലെ PSCയിലേക്കല്ല ആയുഷിലേക്കാണെന്നൊരു നറേഷൻ കൊണ്ടുവരാനും അതിലൂടെ PSCയിലേക്ക് ഞങ്ങൾ നിയമനത്തിന് കോഴ വാങ്ങിയിട്ടില്ല എന്ന് വരുത്താനും CPMൻ്റെ ഭാഗത്ത് വലിയ ശ്രമമുണ്ട്. ഏതിൻ്റെ പേരിലായാലും 60 ലക്ഷം രൂപയാണ് ചോദിച്ച് സമ്മതിച്ചതും അതിൽ 22 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളതും ഇപ്പോൾ തിരിച്ചു കൊടുത്തു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും അവിടെ അന്വേഷണം നടക്കും എന്നും മുഖ്യമന്ത്രിയും അവിടെ നിന്നുള്ള മന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിരുന്നു. എന്നാൽ ജില്ലാ സെക്രട്ടറി പാടെ നിഷേധിച്ചു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിയും മാറ്റി പറഞ്ഞു. ഏറ്റവും അവസാനം ഇപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരണം കൊടുത്തിട്ടുണ്ടെന്നും ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രമോദ് കോട്ടൂളി പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് കോട്ടൂളിയിൽ തീരില്ല. അവിടെ ഒരു വലിയ മാഫിയ, ആ മാഫിയയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു നിൽക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ഉൾപ്പെടെ വളരെ പരസ്യമായി ചോദിച്ചു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ എളമരം കരീം ഉപയോഗിച്ചിരുന്ന വാഹനം ആരുടേതാണ്? അമർ എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഡോണിൻ്റേതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച്, ആ റിയൽ എസ്റ്റേറ്റ് നടത്തിപ്പുകാരനെ സംബന്ധിച്ച് എന്താണ് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം? ഈ പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനം ഉപയോഗിച്ചു? ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് പരാതി നൽകിയിട്ടുണ്ടോ? അദ്ദേഹം പരാതി നൽകിയിട്ടില്ല എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ചില കോക്കസുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴും അതൊക്കെ വരട്ടെ എന്ന് പറയുന്നതല്ല, അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നിഷേധിക്കട്ടെ. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ പോഞ്ഞ് പുറത്തു വരുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്യും. അപ്പോൾ ഈ പാർട്ടിയുടെ ജീർണതയാണ് ഒന്നിന് പിറകെ ഒന്നായി ഇത്തരത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം പൂർണ്ണമായും അവസാനിക്കുകയാണ്. എന്തായാലും കോഴയും കൊലക്കേസ് പ്രതിയും കാപ്പാക്കേസ് പ്രതിയും ഒക്കെയായി തിരുത്ത് എന്ന് പറഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന വിവാദങ്ങൾ പാർട്ടി ഇരുത്തി ചിന്തിക്കേണ്ടത് തന്നെയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.